നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് ഈ പരമ്പരയിലേക്ക് സ്വാഗതം. കണി എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ മേടമാസ പുലരിയിലെ വിഷുക്കണിയായിരിക്കും ഒരുപക്ഷെ ഓർമ്മ വരിക. മേടപ്പുലരിയിൽ നമ്മൾ വിഷുക്കണി കാണുന്നുണ്ട്. എന്നാൽ എല്ലാ ദിവസവും നമ്മൾ കാണുന്ന കണിയാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. എല്ലാ ദിവസവും കാണുന്ന കണിയെക്കുറിച്ച് അധികമാരും അത്ര കാര്യമാക്കിയെടുക്കാറില്ല. കണി കാണുന്നതിൽ വിശ്വാസമുള്ളവരോട് അന്വേഷിച്ചാൽ അവർ അനുഭവത്തിൽ നിന്ന് പറയുന്നു, കണി നല്ലതായാൽ ഒരു ദിവസം നല്ലതാകുമെന്ന്. ഈശ്വരനെ തന്നെ കണി കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹാക്ഷേത്രങ്ങളിൽ അതിരാവിലെ നിർമാല്യം തൊഴാൻ ഭക്തജനങ്ങൾ പോകുന്നത്. ദിവസത്തിന്റെ ആരംഭത്തിൽ കണി എന്ന പോലെ ഒരു ശുഭകാര്യത്തിന്റെ ആരംഭത്തിൽ ശകുനവും നോക്കാറുണ്ട്. ഇന്നു നമ്മൾ ഈ വിഷയത്തെ ചർച്ചയ്ക്കെടുക്കുകയാണ്. വാസ്തവത്തിൽ കണിയും ശകുനവുമെല്ലാം നമ്മളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനിക്കുന്നുണ്ടോ? ആ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ കഴിയുമോ? നമ്മൾ എന്ത് കണി കാണണം, അഥവാ മോശമായ കണിയോ ശകുനമോ കാണുന്ന പക്ഷം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയെല്ലാമുള്ള നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി തരികയാണ് ഇന്നത്തെ ചർച്ചയിൽ ബ്രഹ്മകുമാരി മീനാജി. നമസ്കാരം ബഹൻജി. ഓം ശാന്തി. എനിക്ക് ഒരുപാട് പ്രാവശ്യം കേൾക്കുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു ശബ്ദമാണ്, പ്രത്യേകിച്ച് ഓഫീസിൽ അത് കൂടുതൽ കേട്ടിട്ടുള്ളത്. വല്ലാത്തൊരു ദിവസം ഇന്ന് ഞാൻ ആരെയാണാവോ കണി കണ്ടത് എന്നുള്ളൊരു ഇത്. അപ്പോൾ ഈ കണി ഒരു മനുഷ്യൻ്റെ ദിവസബലത്തെ സ്വാധീനിക്കുമോ? തീർച്ചയായിട്ടും സ്വാധീനിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത് പോലെ, കാരണം നമ്മൾ എന്ത് കഴിക്കുന്നു അതിൻ്റെ ഊർജ്ജമാണല്ലോ നമ്മുടെ ആരോഗ്യത്തെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതേപോലെ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം ചിന്തകൾക്കനുസരിച്ചാണ്. ചിന്തകളാണ് മനസ്സിൻ്റെ ഫുഡ്. പക്ഷേ മനസ്സിൽ ചിന്തകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, വിചാരങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ എന്ത് കാണുന്നു കേൾക്കുന്നു, അതായത് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ എന്ത് ഇൻപുട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു, ആ ഇൻപുട്ടിനനുസരിച്ചാണ് ഔട്ട്പുട്ട്. അപ്പം കണി എന്ന് പറയുക അർത്ഥം എന്താണ്? ഒരു ദിവസം നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ആദ്യത്തെ ദൃശ്യം, അല്ലെങ്കിൽ ആദ്യം നമ്മൾ കേൾക്കുന്നത്, ആദ്യം നമ്മൾ കാണുന്നത്, അതിനെയാണല്ലോ കണി എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, അപ്പോൾ നമ്മൾ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് കുറച്ച് എഴുന്നേൽക്കാൻ ലേറ്റായി പോയി എന്നിരിക്കട്ടെ. അലാറം വെച്ചിരുന്നു, പക്ഷെ നമ്മൾ അലാറം കേട്ടില്ല. പക്ഷെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ 7 മണിയായി. ഓഫീസിൽ പോകേണ്ട ആളാണ്, അതും പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിൽ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് വേണം പോകാൻ. പക്ഷെ നമ്മൾ കുറച്ച് വൈകി ഉണർന്നു. അപ്പം നമ്മൾ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ആ വാച്ച് കാണുമ്പോൾ തന്നെ വാച്ച് നമുക്ക് സമയം കാണിച്ചു തരാൻ 7 മണി. ആ ദൃശ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഉടനെ സങ്കല്പം ഉണ്ടാക്കും, അയ്യോ 7 മണിയായി, ടെൻഷൻ, ലേറ്റായി, ടെൻഷൻ. ആ ടെൻഷൻ, അവിടെ ഉണ്ടാക്കുന്ന ടെൻഷൻ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഓരോ വിചാരങ്ങളും നമ്മൾ പിന്നീട് ചെയ്യുന്ന ഓരോ കർമ്മത്തെയും വാക്കുകളെയും ബാധിക്കും. പിന്നെ നമ്മൾ കുട്ടികളുടെ അടുത്ത് വരികയാണെങ്കിൽ അവരോട് ദേഷ്യം, ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിൽ അവരോട് ദേഷ്യം. കാരണം എന്തായി? നമുക്ക് കുറച്ച് സമയമുള്ളൂ, കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഉണ്ട്.
വീട്ടിലെ കാര്യങ്ങൾ ചെയ്തിട്ട് ഓഫീസിൽ പോകണം, കുട്ടികളെ സ്കൂളിൽ വിടണം, ഹസ്ബൻഡിന് വേണ്ടത് ചെയ്തു കൊടുക്കണം. പക്ഷെ നമ്മൾ ലേറ്റായി. ആ ഒരു ഒറ്റ കാരണത്താൽ ആ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ടെൻഷൻ വീട്ടിലും നമ്മളെ ടെൻസ്ഡ് ആക്കും. അതിനുശേഷം ആ ടെൻഷനോട് കൂടി നമ്മൾ ഓഫീസിൽ പോകും. അപ്പോൾ ഓഫീസിലെ കാര്യം എങ്ങനെ ഉണ്ടാവും? അന്നത്തെ ദിവസം ഓഫീസിലെ കാര്യങ്ങളെ അത് ബാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടേ, നമ്മുടെ കണ്ണ് തുറക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കാണുന്ന ദൃശ്യം അല്ലെങ്കിൽ കേൾക്കുന്ന ശബ്ദം, നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചിന്തകൾ, അത് ഫൗണ്ടേഷൻ പോലെ. അപ്പോൾ ഫൗണ്ടേഷൻ എത്ര സ്ട്രോങ് ആണോ ബിൽഡിംഗ് അതിനനുസരിച്ച് സ്ട്രോങ് ആയിരിക്കും. അപ്പം അതേപോലെ നമ്മുടെ ചിന്തകളുടെ ഫൗണ്ടേഷനാണ് ശരിക്കും കണിയിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ഫൗണ്ടേഷൻ, അതായത് നമ്മൾ കാണുന്ന ദൃശ്യം അല്ലെങ്കിൽ കേൾക്കുന്ന ന്യൂസ്, ഒരു ദിവസത്തിൻ്റെ ആരംഭത്തിൽ കണ്ണ് തുറക്കുമ്പോൾ ഉണർന്ന് എഴുന്നേൽക്കുന്ന ഉടനെ നമ്മൾ കാണുന്ന ആ ദൃശ്യത്തിന്, അതേപോലെ ന്യൂസുകൾക്ക് നമ്മുടെ ഉള്ളിൽ വളരെയധികം സ്വാധീനിക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ആ സമയത്ത് നമ്മുടെ മനസ്സ് ശരിക്കും ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ്. ഉപബോധ മനസ്സ് ശരിക്കും കുറച്ചും കൂടെ ഉണർന്നിരിക്കുന്ന ഒരു സമയമാണ്. ബോധ മനസ്സിലേക്ക് അത്ര പെട്ടെന്ന് നമ്മൾ വരില്ല. ഉറക്കം ഉണർന്നു കഴിഞ്ഞാലും കുറച്ച് സമയം കൂടി നമ്മൾ അറിയാലോ, ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സമയവും ശരിക്കും നമ്മുടെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ ആ ബ്ലോട്ടിംഗ് പേപ്പർ എങ്ങനെയാണോ മഷി വലിച്ചെടുക്കുന്നത്, അതേപോലെ രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് വളരെ ഗ്രാസ്പിംഗ് പവറാണ്. അപ്പോൾ നമ്മൾ എന്ത് കാണുന്നു കേൾക്കുന്നു അത് നമ്മുടെ മനസ്സിൽ വളരെയധികം ആഴത്തിൽ സ്വാധീനിക്കും. ഗ്രഹണശക്തി വളരെ കൂടുതലാണ്. അതുകൊണ്ടായിരിക്കും രാവിലെ എഴുതിയിട്ട് പഠിക്കണം പറയാ. അത് അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയും. അതേപോലെ ഈ കാണുന്ന കാഴ്ച അല്ലെങ്കിൽ ന്യൂസ്, കേൾക്കുന്ന വാർത്ത നമ്മുടെ മനസ്സിൽ അങ്ങനെ അബ്സോർബ് ചെയ്യും. ആ അബ്സോർബ് ചെയ്ത ഇൻപുട്ട് അനുസരിച്ചാണ് നമ്മുടെ ഔട്ട്പുട്ട്, നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തികളും അന്നത്തെ മുഴുവൻ ദിവസവും. ഈ സുപ്രഭാതമൊക്കെ ഇതേ ഇതിൽ വരും. തീർച്ചയായിട്ടും. അപ്പോൾ പോസിറ്റീവ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സുപ്രഭാതം, സുഭാഷിതം, അതെല്ലാം എന്താണ്? പോസിറ്റീവ് ഇൻപുട്ടാണ്. അപ്പോൾ ഇൻപുട്ട് പോസിറ്റീവ് ആകുമ്പോൾ എന്താവും? മുഴുവൻ ദിവസത്തെ ഔട്ട്പുട്ട് പോസിറ്റീവ്. കണി നല്ലതാണെങ്കിലും ചിലപ്പോൾ അനുഭവം മോശമായിരിക്കുമല്ലോ, അതെന്തുകൊണ്ടാണ്? നമ്മുടെ കണി നല്ലതായി, അപ്പം നമ്മുടെ വിചാരങ്ങൾ ശുദ്ധമായി, അതിലൂടെ നമുക്ക് ശക്തി കിട്ടും. പക്ഷേ നമുക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു, അർത്ഥം എന്താണ്? നമ്മളിൽ നിന്ന് എന്തോ ഒരു കർമ്മം എപ്പോഴോ നമ്മൾ വിതച്ചിട്ടുണ്ട്. വിതച്ചതേ കൊയ്യുള്ളൂ എന്ന് പറയുമല്ലോ. അപ്പം നമുക്കൊരു മോശം അനുഭവം വന്നു, അർത്ഥം അതിനനുയോജ്യമായൊരു വിത്ത് നമ്മൾ എപ്പോഴും വിതച്ചിട്ടുണ്ട്. കാരണം നമ്മളിൽ നിന്ന് പോയ കർമ്മയെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുള്ളൂ. അപ്പം അനുഭവം മോശമായത് ഉണ്ടായാലും നമ്മൾ രാവിലെ കണി കണ്ട്, അതായത് ശുദ്ധമായ ശുഭമായ വിചാരങ്ങളോടുകൂടി ഒരു ദിവസം നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലൊരു മോശമായ സാഹചര്യം നമുക്ക് വന്നാലും അതിനെ താങ്ങാനും തരണം ചെയ്യാനും, അതിനെ പ്രതി പോലും മോശമായ അനുഭവത്തെ പോലും ആ മോശമായ സിറ്റുവേഷനിൽ പോലും ശുഭം ചിന്തിക്കാനുള്ള കഴിവ് തീർച്ചയായിട്ടും നമുക്കുണ്ടാവും. അതിനുള്ള ഊർജം നമുക്ക് ശുഭവിചാരങ്ങളിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് പറയാറുണ്ടല്ലോ ചിലരെ, ഈ വ്യക്തി ഒരു ദോഷൈക ദൃക്ക, എല്ലാത്തിലും ദോഷേ കാണുള്ളൂ. ചിലരെ എന്താ പറയുക, ഇയാളൊരു ശുഭചിന്തകനാണ്, എല്ലാത്തിലും ശുഭം കാണാനുള്ള കഴിവ്, എല്ലാറ്റിലും ശുഭം. പണ്ട് അക്ബറിൻ്റെയും അതേപോലെ ബീർബലിൻ്റെയും കഥകൾ കേട്ടിട്ടുണ്ടാവും. അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയാണല്ലോ ബീർബൽ, വളരെ ബുദ്ധിമാനായ മന്ത്രി എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. അവർ രണ്ടുപേരും കൂടെയാണ് എപ്പോഴും നായാട്ടിന് പോവുക, രണ്ടുപേരും ചേർന്നാണ് പോവുക. ഒരു ദിവസം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, രാജാവ് കൊട്ടാരത്തിലിരിക്കെ എന്തോ ഒരു കാരണത്താൽ അദ്ദേഹത്തിന് വിരലൽപ്പം മുറിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ബീർബലിൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലയോ മന്ത്രി, എൻ്റെ കൈവിരലിൽ അല്പം മുറിഞ്ഞു. അവൻ, അല്ലയോ മഹാരാജാവേ, അതിലും എന്തെങ്കിലും നന്മയുണ്ടാവും. രാജാവിനത് കേട്ടതും ദേഷ്യം വന്നു. രാജാവിൻ്റെ കൈ മുറിഞ്ഞു, മന്ത്രി പറയണതിൽ നന്മയുണ്ടെന്ന്. ദേഷ്യം വരാതിരിക്കില്ലല്ലോ. അപ്പം ദേഷ്യം വന്നിട്ട് മന്ത്രിയെ കാരാഗൃഹത്തിലടയ്ക്കും. അതിനുശേഷം നായാട്ടിന് പോയി. സാധാരണ പോകുമ്പോൾ എപ്പോഴും രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോവുക. പക്ഷേ ഈ പ്രാവശ്യം മന്ത്രി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം നായാട്ടിന് പോയി വേട്ടയാടി വളരെയധികം ഒറ്റപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്ന്, ഭടന്മാരിൽ നിന്ന് ഒറ്റപ്പെട്ട സമയത്ത് കാടിൻ്റെ വളരെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ അന്നത്തെ ദിവസം ആദിവാസികൾ, കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആദിവാസികളുടെ ഒരു വിശേഷ ഉത്സവ ദിവസമാണ്. അവരവരുടെ ദേവി പ്രീതിക്ക് വേണ്ടിയിട്ട് ബലി കൊടുക്കാൻ ഒരു നല്ല യോഗ്യനായ മനുഷ്യനെ തേടി നടക്കുകയാണ്. അപ്പോഴും അവരുടെ മുന്നിലാണ് രാജാവ് പോയി പെട്ടത്. അവർ പിടിച്ചിട്ട് പോകും, രാജാവിനെ കൊണ്ടുപോയി ആദിവാസി മൂപ്പൻ്റെ മുന്നിൽ നിർത്തും. അപ്പോൾ ദേവിക്ക് ബലി കൊടുക്കുന്നതിന് മുമ്പ് അവർക്കൊരു ചടങ്ങുണ്ട്. ദേവിക്ക് ബലി കൊടുക്കുന്ന ആ വ്യക്തി പൂർണ്ണതയുള്ള ആളായിരിക്കണം. യാതൊരു തരത്തിലുള്ള ഒരു കുറവും ഉണ്ടായിരിക്കാൻ പാടില്ല. ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യം പാടില്ല. അപ്പോൾ രാജാവിനെ പരിശോധിച്ചു. അപ്പോൾ കൈ വിരൽ
അല്പം മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഉച്ഛിഷ്ടം ദേവിക്ക് ഭക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രാജാവിനെ അവ കെട്ടഴിച്ചു വിടും. രാജാവിനെ കൊണ്ടുപോയിട്ട് കാടിൻ്റെ പുറത്ത് വിടാൻ പറയും. അപ്പോൾ രാജാവിന് അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഉള്ളിൽ വളരെയധികം സന്തോഷമായി. കാരണം എൻ്റെ കൈവിരൽ മുറിഞ്ഞതുകൊണ്ടാണല്ലോ എൻ്റെ ജീവൻ ഇപ്പോൾ രക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ മനസ്സിൽ വരും. രാജാവ് ഇതിലൊരു മംഗളുണ്ട് എന്ന് ബീർബൽ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. രാജാവ് ഓടി രാജകൊട്ടാരത്തിൽ എത്തിയതും ബീർബലിൻ്റെ അടുത്തേക്ക് പോയി കാരാഗ്രഹം തുറന്ന് അദ്ദേഹത്തിനെ പുറത്ത് കൊണ്ടുവന്നിട്ട് ക്ഷമ ചോദിക്കും. അപ്പോൾ ബീർബൽ അപ്പോൾ പറയും, രാജാവേ അങ്ങനോട് ക്ഷമ പറയേണ്ട ആവശ്യമില്ല, കാരണം അങ്ങനെ കാരാഗ്രഹത്തിൽ അടച്ചതിലും നന്മയുണ്ട് പറയും. എന്താ അതിലെ നന്മ? കാരണം സാധാരണ നായാട്ടിന് പോവുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ പോവാം. അപ്പോൾ രണ്ടുപേരും അവർ പിടിച്ചിട്ട് പോകും. അപ്പോൾ പിടിച്ചിട്ട് പോകുമ്പോൾ രാജാവിനെ പരിശോധിക്കുന്ന സമയത്ത് അംഗവൈകല്യമുണ്ട്, രാജാവ് രക്ഷപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും അവരെന്നെ ബലി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കാരാഗ്രഹത്തിൽ അടച്ചതിൽ നന്മയുണ്ട്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ ശുഭചിന്തകനാണ്, നല്ല കണി കണ്ടു, നല്ല വിചാരത്തോടു കൂടി ഒരു കാര്യത്തിന് പുറപ്പെട്ടു, പക്ഷേ നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ അമംഗളം ഉണ്ടായാലും ഒരു ശുഭചിന്തകനായ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമംഗളത്തിലും മംഗളം കാണാൻ കഴിയും. അതാണ് ശുഭചിന്ത നമുക്ക് നൽകുന്ന കരുത്ത്, അമംഗളത്തിലും മംഗളം ദർശിക്കാനുള്ള കഴിവ്. ഇപ്പോൾ സ്വപ്നാവസ്ഥയിൽ നിന്ന് ജാഗ്രത അവസ്ഥയ്ക്ക് വരിക എന്ന് പറയും. അതായത് അത് രാവിലെ എഴുന്നേൽക്കുന്നതിനാണ് ഇത് അങ്ങനെ ഒരു ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നതാണല്ലോ. അത് ഇതിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ണ് മിഴിച്ച് കാണുന്ന ദൃശ്യം അതിനെയാണ് കണി എന്ന് പറയുക. അതേപോലെ തന്നെ നമ്മൾ ഗൃഹത്തിൽ നിന്ന് പൊതുവെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ആദ്യമായി കാണുന്ന ദൃശ്യത്തെയാണ് ശകുനം എന്ന് പറയുക. അപ്പോൾ ഈ കത്തി, ചൂല് ഇതെല്ലാം കണി കാണാൻ പാടില്ല പറയും. അതേപോലെ തന്നെ പുറത്തേക്ക് പോകുമ്പോൾ പൂച്ച കുറുക്കെ പോയി എന്ന് വെച്ചാൽ അത് അതൊരു ദുശകുനമാണ് എന്ന് പറയും. അപ്പോൾ ഈ ദുശകുനം അല്ലെങ്കിൽ നല്ല കണിയല്ല എന്നൊക്കെ പറയുന്നപ്പോൾ നല്ലത് എന്നൊന്നും ഉണ്ടാവണമല്ലോ. അപ്പോൾ ഏത് കണിയും ശകുനമാണ് നല്ലതെന്ന് വിശേഷിപ്പിക്കാവുന്നത്? നമ്മൾ മലയാളികൾ വിഷുക്കണി ഒരുക്കുന്നവരാണ്. വിഷുക്കണി ദിവസം കണി കാണാൻ നമ്മൾ എന്താ ഒരുക്കാറില്ലേ? ആദ്യം ഭഗവാന്റെ ചിത്രം അല്ലേ, ഒന്നുകിൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രം, അങ്ങനെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ ചിത്രമാണ്. അതായത് ഭഗവാന്റെ ഒരു രൂപം. അതിനോടൊപ്പം നമ്മൾ എല്ലാ താലങ്ങളിലും ഫലങ്ങളും പൂക്കളും ധാന്യങ്ങളും നിറച്ചു വയ്ക്കും. നിറവ് കാണണം, വർധനവ് കാണണം അല്ലേ. അതിലൊരു പുതുവസ്ത്രം ഉണ്ടാവും, ഒപ്പം ഒരു കണ്ണാടി വയ്ക്കും. ഇതെല്ലാം വെച്ച് ഭഗവാന്റെ സുന്ദര രൂപത്തിൽ നിന്നിട്ട് ഉറങ്ങുന്നിടത്ത് നമ്മളെ കൂട്ടിയിട്ട് വരുന്നത് അങ്ങനെയാണല്ലോ, കണ്ണുകളടച്ച് ആ ഭഗവാനെ തന്നെ കാണണം. കണ്ണ് തുറക്കുമ്പോൾ ആദ്യം ഭഗവാന്റെ രൂപം ദർശിക്കണം. അപ്പോൾ വിഷുക്കണി ദിവസം നമുക്കറിയാം അതിരാവിലെ എഴുന്നേറ്റ് ആദ്യം ദർശിക്കേണ്ടത് ഭഗവാന്റെ സുന്ദര രൂപത്തെയാണ്. അപ്പോൾ ഇത് വർഷത്തിലൊരു ദിവസം നമ്മളിത് വിഷു ദിവസം മാത്രം ചെയ്താൽ മതിയോ? അപ്പോൾ വർഷം മുഴുവൻ നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർഷത്തിൻ്റെ ആരംഭത്തിൽ ചെയ്യുന്നത്. അതേപോലെ ഒരു ദിവസത്തിൻ്റെ ആരംഭമാണ് അതിരാവിലെ സമയം നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്ന സമയം. അപ്പോൾ ഈ വിഷുക്കണി നമുക്ക് എല്ലാ ദിവസവും എന്തുകൊണ്ട് ചെയ്തുകൂടാ? നമ്മൾ വിഷു ദിവസം ഒരുക്കുന്നത് പോലെ നമുക്ക് എല്ലാം ഒരുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കിടക്കുന്ന മുറിയിൽ തന്നെ നമ്മൾ കണ്ണ് തുറക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണാനുള്ള ചിത്രം എന്തുകൊണ്ട് ഈശ്വരൻ്റെ സുന്ദര രൂപത്തിൻ്റെ ചിത്രം നമുക്ക് വെച്ചുകൂടാ? നമ്മൾ എന്തെല്ലാം പോസ്റ്ററുകളും ചിത്രങ്ങളും വീടുകളിൽ അലങ്കരിക്കണേ, നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോൾ ഈശ്വരൻ്റെ ആ സുന്ദര രൂപത്തെ കാണുന്നത് പോലെയുള്ള ചിത്രം നമുക്ക് വെച്ചാൽ ഏറ്റവും നല്ല കണി നമുക്ക് കാണാം. ഇനി വിഷുക്കണി ദിവസം ഭഗവാന്റെ രൂപത്തിനോടൊപ്പം നമ്മൾ കണ്ടിട്ടില്ലേ കണ്ണാടിയിൽ ആരെ കാണാം? സ്വരൂപം, സ്വന്തം രൂപത്തെ, സ്വദർശനാണ് അതിൽ നമുക്ക് നടത്താൻ പറ്റുക. അപ്പോൾ ഈശ്വരൻ്റെ ദർശനം നമുക്ക് ഉണ്ടാകണമെങ്കിൽ സ്വദർശനം ആദ്യം ചെയ്യണം. ഞാൻ ഈ ശരീരം മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ ആത്മസ്വരൂപമാണ്. അതാണ് നമ്മുടെ സുന്ദര രൂപം, ആത്മസ്വരൂപം, സച്ചിദാനന്ദ സ്വരൂപം. സത് ചിത് ആനന്ദ സ്വരൂപമാണ് ഞാൻ. സച്ചിദാനന്ദ സ്വരൂപമായ ഞാൻ പരമാത്മസന്താനമാണെന്ന സ്മൃതി നമുക്ക് അതിരാവിലെ ഉണരണം. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കണി കണ്ട് ഉണരാൻ പറ്റിയ ഏറ്റവും നല്ല ദൃശ്യമാണ് നമ്മുടെ സച്ചിദാനന്ദ സ്വരൂപം, ഈശ്വരൻ്റെ സ്വരൂപം, സത്യം ശിവം സുന്ദരം, പരമാത്മസ്വരൂപം. അപ്പോൾ ആത്മസ്വരൂപം, ആത്മദർശനം നടത്തിക്കൊണ്ട്, സ്വദർശനം നടത്തിക്കൊണ്ട് പരമാത്മദർശനം ചെയ്യുക, അതിനാണ് ധ്യാനം എന്ന് പറയണത്. ഞാൻ ആത്മാവാണെന്ന ബോധത്തിലിരുന്നുകൊണ്ട് പരമാത്മ പിതാവിനെ ഓർമ്മിക്കുക, ആ ഓർമ്മയുടെ സുന്ദര ദൃശ്യം കാണുക, അതിനാണ് ധ്യാനം എന്ന് പറയുക. അതിലൂടെ നമുക്ക് ഊർജം കിട്ടും, എനർജി കിട്ടും. ആ ശക്തി നമുക്കുണ്ടെങ്കിൽ മുഴുവൻ ദിവസത്തിൽ എന്തെല്ലാം
നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളുണ്ടെങ്കിലും രാവിലെ നമ്മുടെ ഉള്ളിൽ നിറയുന്ന എനർജി, ഊർജം മുഴുവൻ ദിവസത്തേക്കുള്ള നമുക്ക് കറണ്ടാണ്. ഏത് നെഗറ്റിവിറ്റിയും ഫേസ് ചെയ്യാനുള്ള ശക്തി നമുക്കതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് സ്വദർശനവും പരമാത്മദർശനവും തീർച്ചയായിട്ടും നമ്മൾ അത് രാവിലെ ചെയ്യണം. പക്ഷേ ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്? പരദർശനം. പരദർശനമാണ് ചെയ്യാൻ പാടില്ലാത്തത്. മറ്റുള്ളവരുടെ കുറവുകളെ കാണുക, ദുർബലതകളെ കാണുക, വീക്ക്നെസ്സുകളെ വർണ്ണിക്കുക, അതാണ് നമുക്ക് കാണാൻ പാടില്ലാത്തത്. ഇപ്പം നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ഒരു പൂച്ച കുറുക്ക് ചാടി, നമ്മുടെ മനസ്സിൽ നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ പൂച്ച കുറുക്ക് ചാടിയർത്ഥം എന്താണ്? അപശകുനാണ്. അപ്പം മൈൻഡിൽ ഓൾറെഡി വിശ്വാസ പ്രമാണമുണ്ട്. പാവം പൂച്ചയെ ചിലപ്പോൾ നായ ഓടിച്ചതായിരിക്കും, അപ്പം അതുകൊണ്ട് അത് ഓടിപ്പോയതാണ്. പക്ഷെ അപ്പോഴാണ് നമ്മൾ ആ വഴിക്ക് നടന്നു വന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും നമ്മളൊരു കാര്യത്തിന് പുറപ്പെട്ടിറങ്ങുമ്പോൾ. അപ്പോൾ ആ പൂച്ച ആ സമയത്ത് പോയി. അപ്പം നമുക്ക് പൂച്ചയെ ദർശിക്കുന്നത് അപശകുനം എന്ന് പറയും. പക്ഷെ ചൈനക്കാർ പറയണത് അവർ നല്ല കാര്യം ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് പൂച്ചയെ കണ്ടുകൊണ്ട് ഇറങ്ങുന്നത് നല്ല ദൃശ്യം എന്നാണ് പറയുക. അപ്പോൾ പൂച്ചയല്ലല്ലോ അവിടെ പ്രശ്നം. ദേശം മാറുന്ന സമയത്ത് ഒരേ വസ്തു തന്നെ, ഒരേ പൂച്ച തന്നെ, അവർക്ക് നല്ല ശകുനം, നമുക്ക് അപശകുനം. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ മൈൻഡ് സെറ്റപ്പാണ് ഏറ്റവും പ്രധാനം. അതായത് ആചാര്യന്മാർ ഈ ശകുനം വെച്ചത് എന്തിനാണ്? ഒരു ദിവസം ആരംഭിക്കുമ്പോൾ കണി നല്ലതായിരിക്കണം. അതേപോലെ ഓരോ കർമ്മവും ആരംഭിക്കുമ്പോൾ എന്ത് വേണം? നമുക്കൊരു ശകുനം. നമ്മൾ ഓരോ കർമ്മവും കർമ്മയോഗിയായിട്ട് ചെയ്യണം. ഏത് കർമ്മത്തെ പ്രതിയും നമുക്ക് ശുഭമായ കാഴ്ചപ്പാട്, അതിൻ്റെ വിജയത്തെ പ്രതിയുള്ള കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടാണ് ശരിക്കും ശകുനത്തിൽ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റപ്പോടു കൂടി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ബഹൻജി, രണ്ട് കാര്യങ്ങൾ ബഹൻജി പറഞ്ഞു, ദർശനം, സങ്കല്പം. പക്ഷെ ഇത് രണ്ടും നല്ലതാക്കി വെച്ചിട്ടും വിഘ്നങ്ങളും തോൽവികളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ സങ്കല്പവും ദർശനം എന്നൊരു ഉദാസീന ചിന്തയോ അല്ലെങ്കിൽ ഒരു മാതിരിയുള്ള ഒരു ഫെയിലിയർ മനപ്പാന്മയോ അവരൊക്കെ ഉണ്ടാവുന്നില്ലേ? അത് ഒഴിവാക്കാൻ എന്താ വഴി? അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സങ്കല്പങ്ങളൊന്നും ഒരിക്കലും വേസ്റ്റ് ആവില്ല. എന്ത് ശുദ്ധ വിചാരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയത് വിത്ത് വിതച്ചതുപോലെ. ചില വിത്തുകളുണ്ടല്ലോ ഉടനെ ഫലം നൽകും, ഉടനെ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ അല്ലെങ്കിൽ 6 മാസത്തിൽ. ചില വിത്തുകളുണ്ട് വർഷങ്ങളെടുക്കും ഫലം തരാൻ. പക്ഷെ വിത്ത് വിതച്ചോ അത് നമുക്ക് ഫലം നൽകും. അതേപോലെ സങ്കല്പങ്ങൾ ബീജമാണ്. നമ്മുടെ ഓരോ ശുഭവിചാരവും വിത്തിട്ടതുപോലെ അത് നമുക്ക് ശുഭവിചാരങ്ങൾ, ശുഭഫലം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നൽകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു അനുഭവം മോശമായത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും ശുദ്ധ സങ്കല്പങ്ങൾ രചിക്കേണ്ട എന്നല്ല. കാരണം ശുദ്ധ സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പരിചയം പോലെയാ. അതാണ് ഈ അശുഭമായ അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ആ അശുഭമായ കാര്യങ്ങളെ പ്രതി പോലും ശുദ്ധമായ ഒരു വിചാരം കൊണ്ടുവരാനുള്ള ഒരു കാഴ്ചപ്പാട്, നമ്മുടെ ഔട്ട്ലുക്ക് അപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് മോശമായ ജീവിത അനുഭവങ്ങൾ ഉള്ളപ്പോഴും ഒരു ശുഭചിന്തകനായിട്ടുള്ള വ്യക്തി എന്താ ചെയ്യുക? ആ മോശമായ കാര്യത്തെ പ്രതി പോലും ശുഭമേ ചിന്തിക്കുള്ളൂ. മോശമായ കാര്യത്തെക്കുറിച്ച് ഒരിക്കലും മോശം ചിന്തിക്കില്ല. അതാണ് ശുദ്ധ സങ്കല്പത്തിന്റെ ശക്തി. അതുകൊണ്ട് ശുഭം ചിന്തിക്കുക എന്നുള്ളത് എന്റെ ധർമ്മമാണ്. ആ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് നമ്മൾ ഒരിക്കലും പരധർമ്മത്തിലേക്ക്, അശുഭം ചിന്തിക്കുക, നെഗറ്റീവ് ചിന്ത, വേസ്റ്റ് ചിന്ത, അത് പരധർമ്മമാണ്. ആ പരധർമ്മത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന്റെ ഫലം ദുഃഖവും ദുരിതവും കഷ്ടങ്ങളുമായിരിക്കും. ശുഭചിന്തയുടെ ഫലം, ശുഭചിന്ത ഒരു പരിചയ പോലെ, ഒരു കോട്ട പോലെ, അത് നമുക്ക് ചുറ്റും ഒരു കവചം സൃഷ്ടിക്കും. അത് നമുക്ക് ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പോലും ഒരു സേഫ്റ്റി ബെൽറ്റാണ്. ഈ ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളൊരു ശുഭ ചിന്ത ഇതിലൂടെ ഞങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ നന്ദി. ഓം ശാന്തി. ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ ഉറക്കമുണരുന്ന സമയത്ത് ഇളം മനസ്സിലേക്ക് സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ദൃശ്യമാണ് കണി. കണി നമ്മുടെ ആദ്യ ചിന്തയുടെ ആധാരമാണ്. ആ ആദ്യ ചിന്ത നമ്മുടെ ആ ഒരു ദിവസത്തിലെ മാനസികാവസ്ഥയുടെ അടിസ്ഥാന ശിലയായി പ്രവർത്തിക്കും. ശകുനവും അതുപോലെ തന്നെ. ചെയ്യാനിരിക്കുന്ന കർമ്മം
ശുഭചിന്തയോടെ ആരംഭിക്കണമെന്ന് മാത്രമാണ് ഇതിലെയും സാരാംശം. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കണിയും ശകുനവുമെല്ലാം മനഃശാസ്ത്രപരമായ ആശയങ്ങളെ ഉള്ളിലടക്കിയിരിക്കുന്ന ആചാരങ്ങളാണ്. ഇന്നു കേട്ട കാര്യങ്ങളെ പ്രായോഗികമാക്കുവാനാണ് ഇനി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അഥവാ എന്തെങ്കിലും സംശയമോ ചോദ്യമോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ ഫോൺ നമ്പർ